Hello everyone, welcome to Expert Gyan Corporate Training and Consulting. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ടാലിയിലുള്ള F12 ഫംഗ്ഷൻ അല്ലെങ്കിൽ F12 കോൺഫിഗർ കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൽ നമുക്ക് കൂടുതൽ നമ്മൾ ഡേ ബുക്ക് എടുക്കുന്നു. ഡേ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ F12 കോൺഫിഗർ ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്ന ഫോമാറ്റാണ്. ഫസ്റ്റ് കാണുന്നത് കണ്ടൻസ്ഡ് ആയിട്ട് വേണോ, അതായത് ചെറുതായിട്ട് വേണോ, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് വേണോ. നമ്മൾ ഡീറ്റെയിൽഡ് എടുത്തു. ഷോ നറേഷൻ, നമ്മൾ നറേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നറേഷൻസ് കാണാം. അപ്പം ഈ നറേഷൻ എപ്പോഴാണ് ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നറേഷൻസ്. അപ്പോൾ എപ്പോഴും നറേഷൻ യെസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ ഇതിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ, അതായത് നമ്മളൊരു എക്സൽ ഷീറ്റിലോട്ട് നമ്മളുടെ ഈ ഡാറ്റ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നറേഷൻ കൊടുക്കുന്നത് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ഷോ ബിൽ വൈസ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഷോ കോസ്റ്റ് സെൻറ്റർ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പം ഞാൻ യെസ് കൊടുക്കുവാണ്. ഷോ ഇൻവെൻട്രി ഡീറ്റെയിൽസ് യെസ് വേണമെങ്കിൽ ചെയ്യാം. ബാങ്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ അത് നമുക്ക് ചെയ്യാം. ഷോ അഡീഷണൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ. അപ്പോൾ സെലക്ട് വൗച്ചേഴ്സ്, അക്കൗണ്ടിങ് എൻട്രീസ് ആയിട്ട് വേണോ അല്ലെങ്കിൽ ഇൻവെൻട്രി എൻട്രീസ് മാത്രം മതിയോ. അപ്പോൾ ഞാൻ ഓൾ വൗച്ചേഴ്സ് കൊടുക്കുന്നു. അതേപോലെ ഇനി ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റുന്നത് സോർട്ടിംഗ് മെത്തേഡ് ഇങ്ങനെയാണ്. ഇപ്പം നമുക്ക് A to Z രീതിയിൽ സോർട്ട് ചെയ്യാം. അതേപോലെ Z to A സോർട്ട് ചെയ്യാം. എമൗണ്ട് ഡിക്രീസിങ്, ഇൻക്രീസിങ്, കറൻസി ഡിക്രീസിങ്, ഇൻക്രീസിങ് ഡിഫോൾട്ട് ആണ്. പിന്നെ ഉള്ളത് വൗച്ചർ നമ്പറിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സോർട്ട് ചെയ്യാനും പറ്റും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ആക്ച്വലി F12 കോൺഫിഗർ ഫംഗ്ഷനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നോർമലി ഇതിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോമാറ്റിൽ ഒരു ഡീറ്റെയിൽഡ് ആക്കും. അതേപോലെ ഷോ നറേഷൻ, പിന്നെ കോസ്റ്റ് സെൻറ്റേഴ്സ് ഒക്കെ കാണിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യാം. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് വേണമെങ്കിലോ, അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കോൺഫിഗർ ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ടൻസ്ഡ് കൊടുക്കാം. ഇവിടെ ഇൻവെൻട്രി എൻട്രീസ് ഓൺലി ആണ് കൊടുത്തത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഓൾ എൻട്രീസ് കൊടുത്തു. അപ്പം നമുക്ക് എന്താ പറ്റും, അതേപോലെ കിട്ടും. പിന്നെ നമ്മൾ കൊടുത്ത നറേഷൻസും നമുക്ക് കിട്ടും. അപ്പം ഇതാണ് F12 ഫംഗ്ഷൻ അല്ലെങ്കിൽ കോൺഫിഗർ ഫംഗ്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.